നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ചൂട് കൂടി വരികയാണ് നമ്മുടെ സംസ്ഥാനത്ത്. സർക്കാർ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയം വരെ പരമാവധി പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതൊക്കെ പാലിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ചൂടിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. ഒരിക്കൽ കൂടി എല്ലാവരെയും രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കൊടും ചൂട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കൊല്ലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. അംഗനവാടികൾ ഒരാഴ്ച അടച്ചിടും. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ ഇന്നും പരിശോധന തുടരും. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ച് തെരച്ചിൽ. DNA പരിശോധനാ ഫലം നാളെ മുതൽ ലഭിക്കും. പൂരവിളംബരം നാളെ. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ഇതോടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പാമ്പുകളുടെ എണ്ണം 5 ആയി. കായംകുളം ചേരാവള്ളിയിൽ പാമ്പ് കടിയേറ്റ് 42കാരി മരിച്ചു. പശ്ചിമേഷ്യയിൽ കടൽ യുദ്ധം രൂക്ഷം. US വിമാനവാഹിനി കപ്പൽ യുദ്ധമേഖലയിലേക്ക്. ഇസ്രയേൽ ലബനൻ വെടിനിർത്തലിൽ 3 ആഴ്ചത്തേക്ക് നീട്ടി. കുവൈറ്റിലെ വ്യോമപാത വീണ്ടും തുറക്കും. സഞ്ജുവിന്റെ സെഞ്ചുറിയിൽ മുംബൈക്കെതിരെ ചെന്നൈക്ക് തകർപ്പൻ ജയം. മുംബൈയുടെ തോൽവി 103 റൺസിന്. ഇന്ന് ബാംഗ്ലൂർ ഗുജറാത്ത് പോരാട്ടം. വാർത്തയിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചൂടുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് ആണ് പോകുന്നത്. സംസ്ഥാനത്ത് ഇന്നും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പാണുള്ളത്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യത എന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചത്. സംസ്ഥാനത്തെ ഇന്ന് സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആശ്വാസം എന്നോണം മഴ പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു പരിഹാരമാകുന്നില്ല. രാവിലെ 11 മുതൽ 3 വരെയുള്ള സമയത്ത് പുറത്തിറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിലും ചൂട് കൂടാനാണോ സാധ്യത? അങ്ങനെയാണ് കരുതേണ്ടത്. കാരണം മെയ് മാസം പകുതി വരെയെങ്കിലും സംസ്ഥാനത്ത് കടുത്ത ഉഷ്ണമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമൊക്കെ നൽകിയിരുന്നു. ഉഷ്ണതരംഗ സാധ്യതയാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുള്ള മുന്നറിയിപ്പുകളാണ് ഇന്നലെ പുറത്തു വന്നത്. ഇന്നലെ അവസാനം വന്ന മുന്നറിയിപ്പ് പ്രകാരം ഇങ്ങനെയാണ് സംസ്ഥാനത്തെ ചൂടിൻ്റെ ഒരു കണക്ക്. 25, 26 തീയതികളിൽ ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാം. കൊല്ലത്ത് ഇത് 39 ഡിഗ്രി സെൽഷ്യസും, തൃശൂർ, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. തിരുവനന്തപുരത്തും 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിന് സാധ്യതയുണ്ട്. അതായത് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഈ ജില്ലകളിലൊക്കെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിട്ടുണ്ട്. ഉയർന്ന താപനിലയാണ്. അതിന് അപ്പുറത്തേക്ക് ഈർപ്പമുള്ള വായു ഉള്ളതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയും ആളുകൾക്ക് അസ്വസ്ഥതയും കൂടാനുള്ള കാലാവസ്ഥയ്ക്കാണ് സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഒരു സ്വയം പ്രഖ്യാപിത ലോക്ക്ഡൌണിലേക്ക് പോകണം, സ്വയം നിയന്ത്രിത ലോക്ക്ഡൌണിലേക്ക് പോകണം രാവിലെ 11 മുതൽ 3 മണി വരെയുള്ള സമയത്തെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്തേതുപോലെ സ്വയം ആളുകൾ നിയന്ത്രണം ഏർപ്പെടുത്തണം, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം, അനാവശ്യമായി ഈ സമയത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. ഈ സമയത്തൊക്കെ ജോലി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ നിയന്ത്രണത്തിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല. ഈ ചൂടത്ത് വെയിലത്ത് ജോലി ചെയ്യാൻ അങ്ങനെ ചെയ്യേണ്ടി വരുന്ന നിർബന്ധിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവരൊക്കെ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പറയുന്നുണ്ട്. പരമാവധി അനാവശ്യ യാത്രകൾ ഈ സമയങ്ങളിൽ ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പാണ് ഇന്നലെ ഒരു ആഹ്വാനമാണ് മുഖ്യമന്ത്രി നൽകിയത്. ഇന്നും നാളെയുമൊക്കെ സംസ്ഥാനത്ത് ഉയർന്ന താപനില തന്നെയാണ് പൊതുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അനുശ്രീ സൂചിപ്പിച്ച പോലെ വേനൽ മഴ ഇന്നലെയൊക്കെ തിരുവനന്തപുരത്ത് ഏതാണ്ട് അരമണിക്കൂറിന് അതിശക്തമായ മഴയുണ്ടായിരുന്നു. മറ്റു ജില്ലകളിലും സമാനമായി വേനൽ മഴ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ ചൂട് ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തന്നെ മെയ് പകുതി വരെയെങ്കിലും ഈ ഒരു കാലാവസ്ഥ അതികഠിനമായ കാലാവസ്ഥ. നമുക്കറിയാം, പ്രളയത്തിൽ മുങ്ങിയ നാടാണ് നമ്മുടെ കേരളം. പലപ്പോഴും പെട്ടെന്നുള്ള മഴ കേരളത്തെ
വെള്ളത്തിലാക്കാറുണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ താപനില വർദ്ധിക്കുന്ന ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ചൂട് കേരളത്തിലേക്കും വരികയാണ്. അത് തുടർച്ചയായി വർഷങ്ങളിത്തരം ചൂട് വരുന്നു. കഴിഞ്ഞ ദിവസം 41 ഡിഗ്രി വരെ പാലക്കാട്ടെ താപനില ഈ വർഷം റെക്കോർഡിലേക്ക് പോയിരുന്നു. ഈ വരുന്ന ദിവസങ്ങളിലും അത്തരം താപനില മുന്നറിയിപ്പ് സാധ്യതകളുണ്ട്. പാലക്കാട് മാത്രമല്ല, പുനലൂരും അതുപോലെ തന്നെ കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ അത്യുഷ്ണം ഉണ്ട്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന സ്ഥിതിഗതികൾ തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ ഒരു മരണമുണ്ടായിരിക്കുന്നു. ഈ ചൂട് നേരിട്ടേറ്റാൽ വലിയ അസ്വസ്ഥതയുണ്ട്. അങ്കണവാടികളിലെ കുട്ടികൾക്ക് ക്ലാസുകൾ വയ്ക്കുന്നതിന് വലിയ വ്യാപക പരാതി ഉയർന്നിരുന്നു. അങ്ങനെ ക്ലാസുകൾ ഒഴിവാക്കാൻ ഇന്നലെ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. അങ്കണവാടികളിലെ ക്ലാസുകൾ ഒഴിവാക്കുന്നു. ഈ വെക്കേഷനാണ്, പക്ഷേ എങ്കിൽ പോലും പലയിടങ്ങളിലും ഈ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും +2 കുട്ടികൾക്കും ഒക്കെ ക്ലാസുകളുണ്ട്. അതിന് പുറമെ വെക്കേഷൻ ക്ലാസുകളുണ്ട്. ഈ വിവിധ സംഘടനകളുടെ വെക്കേഷൻ ക്ലാസ്സുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കണമെന്ന ആവശ്യം സർക്കാർ നേരത്തെ മുന്നോട്ട് വെച്ച കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും അത് പലയിടങ്ങളിലും ക്ലാസുകളുണ്ട്. അതിന് പുറമെ ഉള്ള ഈ മറ്റ് പാമ്പുകടി പോലുള്ള പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ ചൂട് വലിയൊരു അസ്വസ്ഥത, വലിയൊരു ആശങ്കയുള്ള സാഹചര്യം സംസ്ഥാനം സൃഷ്ടിക്കുകയാണ്. ഇന്ന് 10 മണിയോടുകൂടി മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ ഈ ചൂടുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സ്കൂളുകളിലും വിദ്യാഭ്യാസ നടത്തേണ്ട ക്രമീകരണങ്ങൾ തൊഴിൽ മന്ത്രി കൂടി അദ്ദേഹം തൊഴിൽ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ അദ്ദേഹം ഒരുപക്ഷെ തീരുമാനങ്ങൾ അറിയിക്കുമായിരിക്കും. വളരെ ആശങ്കാജനകമായ സാഹചര്യത്തിലുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാന സാഹചര്യങ്ങൾ കടന്നുപോകുന്നു. വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അംഗനവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് തീരുമാനിച്ചു. കഠിനമായ ചൂടിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് നടപടി. അംഗനവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും. ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിലെത്തിക്കും. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സൂപ്രണ്ട് ഇന്ന് ഡിഎംഒയ്ക്ക് കൈമാറും. കുട്ടിക്ക് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം കുടുംബം ആരോപിച്ചിരുന്നു. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായൊരു ആരോപണമാണ് ആശുപത്രിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. മതിയായ ചികിത്സ ലഭിച്ചില്ല, ഇത് പാമ്പ് കടിയേറ്റതാണ് എന്നൊരു അറിയിപ്പ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും കുടുംബത്തിന് ലഭിച്ചില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉണ്ടായത്. ഇന്നതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? റിപ്പോർട്ട് കൈമാറിയേക്കും. എന്താണ് പിഴവ്, ആരുടെ ഭാഗത്താണ്? ഈ പാമ്പ് കടിച്ചു എന്ന കാര്യം ആശുപത്രി അധികൃതരെ അറിയിക്കാൻ ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിന് കഴിയാതെ പോയതാണോ, അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റിട്ടും ഏതാണ്ട് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഇപ്പോൾ ഈ ആന്റിവെനം മരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രികൾ പെട്ടെന്ന് എത്തിച്ചാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ കുട്ടിയെ അങ്ങനെ രക്ഷിക്കാൻ കഴിയില്ല? അത് വീട്ടുകാരുടെ അവരുടെ അറിവുകേട് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ആ രീതിയിൽ ആശുപത്രിയിൽ അറിയിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ആരോപിക്കുന്ന ആശുപത്രിക്കെതിരെയാണ്? കൃത്യമായി പറഞ്ഞിട്ടും അവിടെ മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇന്ന് ഡിഎംഒ ഈ വിഷയത്തിൽ സൂപ്രണ്ട് ഡിഎംഒക്ക് റിപ്പോർട്ട് കൈമാറും. ആശുപത്രിയുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സാ പിഴവല്ല എന്നൊരു പ്രാഥമിക വിലയിരുത്തലും വിശദീകരണവുമാണ് ആശുപത്രി അധികൃതരും ആരോഗ്യവകുപ്പും നൽകുന്നത്. പാമ്പ് കടിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള അടയാളങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ ശരീരത്തിനുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ റഫർ. എന്തുകൊണ്ട് എന്ത് അസുഖം എന്ന കാര്യത്തിൽ ആ സമയത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. കുട്ടിയെ പാമ്പ് കടിച്ചു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തെന്നാണ് ആശുപത്രി അധികൃതർ വിശദീകരിച്ചത്. പക്ഷേ ഇതിൽ ആശുപത്രിയുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടെന്ന ആരോപണം ശക്തമാണ്. ഇന്നലെ തന്നെ വിവിധ യുവജന സംഘടനകൾ ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിൽ മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് സൂപ്രണ്ട് ഈ വിഷയത്തിൽ ഡിഎംഒക്ക് റിപ്പോർട്ട് നൽകും. അതിനുശേഷമാകും ആരോഗ്യവകുപ്പിന്റെ ഈ വിഷയത്തിലെ തീരുമാനവും നടപടിയും ഉണ്ടാവുക. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത്. ഇതോടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പാമ്പുകളുടെ എണ്ണം 5ആയി. ശുചിമുറിയുടെ തറയും പുറത്തേക്ക് വെള്ളം പോകുന്ന പൈപ്പും പൊളിച്ച് പരിശോധിച്ചു. കുട്ടിയെ കടിച്ച ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പുകളെ തന്നെയാണ് 4 തവണയും വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. വീടിന് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ടിരുന്നു. ആൽജോയുടെ വീട്ടിൽ രണ്ടാമതും പാമ്പിനെ കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു അത്. വീട്ടിൽ കൂടുതൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് വീടിന് ചുറ്റും തീയിട്ടത്. 8 വയസ്സുകാരൻ ആൽജോ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായിരുന്ന സഹോദരന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്.
പാമ്പുകടിയേറ്റ് 42 മരിച്ചു. കായംകുളം ചേരാവള്ളി വടക്കേത്തോപ്പിൽ സെലീനയാണ് മരിച്ചത്. കായംകുളം കൊച്ചുകുളങ്ങരയിൽ വെച്ചാണ് സെലീനയ്ക്ക് പാമ്പുകടിയേറ്റത്. ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കാൻ പോയതായിരുന്നു സെലീന. ആളൊഴിഞ്ഞ പറമ്പിൽ ഇരുചക്രവാഹനം പാർക്ക് ചെയ്തിരുന്നു. ഇതെടുക്കുമ്പോഴാണ് കടിയേറ്റത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുമതിവളവ് സിനിമ വിവാദത്തിൽ സംവിധായകൻ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയുടെ വാദങ്ങൾ തള്ളിയ നിർമ്മാതാവ് മുരളി കുന്നംപുറത്ത്. അഭിലാഷ് പിള്ള കള്ളം പറയുകയാണെന്ന് മുരളി കുന്നംപുറത്ത് ന്യൂസ് 18നോട് പ്രതികരിച്ചു. അഭിലാഷ് പിള്ളയോട് കടം വാങ്ങിയിട്ടില്ല, വീടും കാറും വിറ്റ് ഈ കടങ്ങളൊക്കെ വീട്ടും. ഇപ്പോഴുണ്ടായ സംഭവങ്ങളിൽ ഉണ്ണി മുകുന്ദന് പങ്കില്ലെന്നും മുരളി കുന്നംപുറത്ത് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ വളരെയധികം രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്ക് നൽകാനായി ശ്രീ മുരളി കുന്നംപുറത്ത് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ മുരളി കുന്നംപുറത്ത് രാവിലെയിലേക്ക്. ആദ്യം തന്നെ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു വീഡിയോ പുറത്തുവിടാനുണ്ടായ ഒരു സാഹചര്യം അതെന്തായിരുന്നു? അത് ഞാൻ ആക്ച്വലി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു 10 ദിവസം മുന്നേ ഇട്ടതാണ്. അത് അപ്പം ഇട്ടോടെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ത്രെഡ് കയറിപ്പോയി. ത്രെഡുന്നത് ലീക്കായിപ്പോയി. പിന്നെ അതിൽ പറഞ്ഞത് പിന്നെ ഒരു കളവ് പോലും ഇതിൽ ഞാൻ പറഞ്ഞത്. അന്ന് ശരിക്കും സൂയിസൈഡ് ചെയ്യണമെന്ന്, കാരണം മാനസികമായിട്ട് ഭയങ്കര. ഇപ്പോൾ നിങ്ങൾ കണ്ടു ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു 1.5 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡോക്ടർ ഗുളിക തന്നിട്ട് പോലും ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയും. പിന്നെ ഇപ്പോൾ ഡോക്ടറെ കാണാൻ രണ്ടാമത് ഫോളോപ്പിൻ്റെ ദിവസമാണ്. പിന്നെ ഡോക്ടറെ കാണാൻ പോകണം. അപ്പോൾ ഇവർ രാവിലെ തന്നെ വരുന്നതോട് കുളിച്ചുമ്പോൾ പെട്ടെന്ന് ഫ്രഷായി റെഡി ചെയ്ത് പോകുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നു. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ കൂടി പിന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും എന്താ തകർക്കാനുള്ളതെല്ലാം അവർ തകർത്ത് കളഞ്ഞു. കാരണം ഈ ഫസ്റ്റ് ഞാൻ വിജേഷ് പാണത്തൂരിനെ കുറിച്ച്, നദികൃഷ്ണ വിജേഷ് പാണത്തൂരിൻ്റെ കാര്യം പറയാം. ആൾ വന്ന് അയാൾക്ക് സിനിമയിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട്. 2,20,000 രൂപ നമ്മൾ സിനിമാറ്റിക് നാളെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 80,000 രൂപ ഞാൻ പേഴ്സണലി കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ സംവിധാനമാണ്, നിങ്ങൾ ആലോചിക്കണം. 3 ലക്ഷത്തി സംതിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 1,32,000 രൂപയുടെ ടൈൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൈസ മേടിച്ചിട്ട. അതിൻ്റെ വീഡിയോ ഒക്കെ നന്ദി പറഞ്ഞ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ അതിപ്പം ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അറിയില്ല. മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 4 കോടി സംതിങ് പടത്തിൽ ചിലവായിട്ടുണ്ട്. ബിൽ ടു ബില്ല് വിജേഷ് പാണത്തൂരെ നീ പോയിട്ട് നിൻ്റെ ഓഡിറ്ററും കൂട്ടി ജയരാജൻ്റെ അടുത്ത് ജയരാജ് എറണാകുളം, ഞാൻ നമ്പർ നമ്മുടെ ആ സമയത്തുണ്ടായ അക്കൗണ്ടൻ്റ് അയച്ചു തരും. അവരെ പോയിട്ട് കൂട്ടിയിട്ട് പിന്നെ ആ ബിൽ ടു ബില്ല് ക്ലിയർ ആക്കിയിട്ട് മാത്രം നീ സംസാരിച്ചാൽ മതി. എൻ്റെ മുമ്പിൽ നിയമപരമായിട്ട് വരുന്നില്ല. ഞാനും നിയമപരമായിട്ടുണ്ട്, ഞാനും പോകുന്നുണ്ട്. 4 ലക്ഷത്തി സംതിങ് നമ്മുടെ പടത്തിൽ ചിലവായിട്ടുണ്ട്. നിനക്കും നഷ്ടം 1 കോടി നഷ്ടമാണ്, വിലാസാറിന് 1 കോടി നഷ്ടമാണ്. ഇനി അല്ലെങ്കിൽ വിലാസാറിന് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് തരുമോ എനിക്കറിയില്ല. വിലാസാറിനെ കൂടി സമ്മതിപ്പിക്കണം ഇത്ര നഷ്ടമാണെന്നല്ലേ. നീ ഇന്നലെ 3 കോടി 70 ലക്ഷം സിനിമയിൽ പറഞ്ഞു. എനിക്ക് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാം. പിന്നെ ബാക്കിയൊന്നും പറയുന്നില്ല. നീ പറഞ്ഞ സിനിമയിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ അപ്പം പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പ്രൊഡ്യൂസറായിട്ട് ഞാൻ വിലാസാറിന് തമ്മിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, പേരിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ പേര് വെക്കണം, എൻ്റെ പേര് വെക്കേണ്ട, വൈഫിൻ്റെ പേര് വെക്കുന്നതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി നമ്മളിപ്പം വിലാസാറിന് ഞാനും വിലാസാറിന് നല്ല ബന്ധത പോകുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഒരുമിച്ച് സിനിമയും ചെയ്യും. അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, നമ്മൾ തെറ്റിയതൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഓക്കെ. പിന്നെ അഭിലാഷ് പിള്ള ഇന്നലെ പറഞ്ഞത് 2 കാര്യങ്ങൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ക്ലാരിറ്റി തരാം. 3 ലക്ഷം അഭിലാഷിൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞ പൈസ ഞാൻ നവംബർ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു തരുകയാണ് ചെയ്തത്. പിന്നെ പറഞ്ഞ് 3 ലക്ഷം രൂപ അഭിലാഷ് പിള്ളേൻ്റെ അച്ഛൻ കിടക്കുമ്പോൾ തന്നു പറഞ്ഞു. അത് നവംബർ ഞാൻ ഓൾറെഡി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നവംബർ വന്ന് ഞാൻ കൊടുത്ത പൈസയാണ് എനിക്ക് അഭിലാഷ് തിരിച്ചു തന്ന പൈസയാണ് അത്. പിന്നെ 3 കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ ഷൂട്ടിങ്ങിന് മുന്നേ വന്നു. അത് തെളിയിക്കണം. കാരണം ഇന്നൊക്കെ നമ്മൾ ഒരാളും വെറുതെ പൈസ ക്യാഷിൻ്റെ ഇടപാടില്ല, എല്ലാം അക്കൗണ്ടിലാണ്. അഭിലാഷ് പിള്ള ലൈവിൽ വന്ന് എൻ്റെ കൂടെ ഇരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അഭിലാഷ് പിള്ള പല സ്ഥലത്ത് ഞാൻ വരാം. ഈ എങ്ങനെ 3 കോടി ഷൂട്ടിങ്ങിന് മുന്നേ വന്ന് പറഞ്ഞാൽ അഭിലാഷ് പിള്ള അത് പറയണം. പിന്നെ ഉണ്ണി 3 രീതിയിൽ പങ്കുണ്ട്, പിന്നെ വേണുകുന്നമ്മളി സാറിന് ഇതിൽ പങ്കുണ്ട്. ഒന്നല്ല, എൻ്റെ ഈ അവസ്ഥ വീഡിയോ കൊണ്ടാണ് എന്നെ വിളിച്ചത് അവർ. എന്താണ് പ്രശ്നം, എന്താണ് ചേട്ടാ പ്രശ്നം, നിങ്ങൾ വിഷമിക്കാതിരിക്കും, എന്താണ് പ്രശ്നം? ഈ വീഡിയോ കൊണ്ടാണ് ഉണ്ണി മുതൽ എന്നെ വിളിച്ചത്, വേണുകുന്നമ്മളി സാറിനെ വിളിച്ചത്. അല്ലാണ്ട്
അവരൊക്കെ നമ്മളൊക്കെ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞത്. പിന്നെ അതിനിപ്പോൾ എനിക്ക് ഉത്തരം പറയാനില്ല. അത്രേ എനിക്കിപ്പം പറയാനുള്ളൂ. ശ്രീ മുരളി കുന്നുംപുറത്ത് അതുപോലെ തന്നെ ഇന്നലെ അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നത് ഈ സുമതി വളവ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ബജറ്റ് അതിൽ 7 കോടി അല്ലായിരുന്നു, ആദ്യം തന്നെ പറഞ്ഞത് 14 കോടി രൂപയായിരുന്നു എന്നായിരുന്നു അവർ വെളിപ്പെടുത്തിയത്. ഇത് അംഗീകരിക്കുന്നുണ്ടോ താങ്കൾ? അവർ 7 കോടി തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ വീഡിയോ വിഷ്ണു, അതിൻ്റെ ട്രെയിലർ സമയത്ത് ലുലുമാണെന്ന് വിഷ്ണു പറഞ്ഞിട്ട് 7 കോടി എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. എത്ര കോടിയാണ് പ്രൊഡ്യൂസർക്ക് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ വേണമെങ്കിൽ പ്ലേ മതി, കാരണം നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. അങ്ങനെയാണ് 7 കോടിയാണ് പറഞ്ഞത്. പിന്നെ അത് 13 കോടി, പിന്നെ ഗിരീഷാട്ടം വന്നിട്ട് 12 കോടി. പിന്നെ എൻ്റെ ജനങ്ങളെ, പ്രിയ നാട്ടുകാരെ, ജനങ്ങളെ, ഈ ഒരു ഗിരീഷ് കൊടുക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോൾ ഇന്നലെ വന്ന് അയാൾക്കാണ് കണക്കെല്ലാം അറിയാം. അയാൾ ഇന്നലെ വന്നിരുന്നു ഇല്ല? അയാൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൊണ്ടല്ല വന്നത്. പ്രതീഷ് ശേഖർ വന്നില്ല, സുഹിത്താട്ടം പോയില്ല, സുഹിത്ത് അവർക്കൊക്കെ കണക്കറിയാം. ഏറ്റവും ചിലവായിട്ട് അവർക്കൊക്കെ അറിയാം. സത്യമാണ്, അതെല്ലാം നഗ്നമായ സത്യമാണ്. ഞാൻ ഇത്രയും പൈസ ചിലവായിട്ടുണ്ടെന്നില്ല. അത് അഭിലാഷ് പിള്ള പറയുന്ന ഓഡിറ്റർക്ക് ഇതേപോലെ ലൈവിൽ വന്ന് ഞാൻ വരാൻ തയ്യാറാണ്, അവൻ വരാൻ തയ്യാറാണ്, ഞാൻ വെല്ലുവിളിക്കുന്നത്. ഇതേപോലെ ലൈവിൽ വന്നിട്ട് കണക്ക് തരാൻ തയ്യാറാണെങ്കിൽ പറയും. പിന്നെ അവൻ എനിക്ക് മെൻ്റലി, ഞാൻ ഹയാത്തിൽ താമസിക്കുന്നത്, ഞാൻ ഹയാത്തിലെ ഗ്ലോബലിസ്റ്റ് മെമ്പറാണ്. ഹയാത്ത് ഗ്ലോബലിസ്റ്റ് മെമ്പർക്ക് ഒരുപാട് ഡിസ്കൗണ്ട് അവിടെ കിട്ടും താമസിക്കുമ്പോഴൊക്കെ, പോയിൻറ്റ്സ് താമസിക്കുക. ഇവരൊക്കെ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇവൻ്റെ പിന്നെ ഫാമിലി പോകുമ്പോൾ ഒരിക്കലും ദുബായിൽ റൂം എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്നും ഇവർ മറന്നുപോയി. പിന്നെ അതുകൂടാതെ പിന്നെ ഞാൻ എമിറേറ്റ്സിൻ്റെ പോകുന്ന, അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും ഇവരുടെ ആവശ്യമില്ല. ഇവൻ്റെയൊക്കെ ഞാൻ പൈസ വാങ്ങി ഞാൻ ഹയാത്തിൽ പോയി താമസിച്ചിട്ടില്ല, ഫ്ലൈറ്റ് എമിറേറ്റ്സിൽ പോയിട്ട്. ഞാനൊക്കെ എമിറേറ്റ്സിൻ്റെ പ്ലാറ്റിനം മെമ്പറാണ്. എനിക്ക് എക്കണോമിയിൽ പോയി കഴിഞ്ഞാൽ ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് കിട്ടും. പിന്നെ ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്താൽ പിന്നെ പ്ലാറ്റിനം, പിന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടും. ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഒന്ന് ജനങ്ങളിൽ ഇത് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ, വേറൊന്നുമില്ല. കാരണം അഭിലാഷ് പിള്ള തന്നെ ബോധ്യപ്പെടുന്നത് നിങ്ങൾ അറിയണം. കാരണം അതൊക്കെ എൻ്റെ പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം അത് നമ്മളാരെയും ഈ തേജാവധം ചെയ്യാനൊന്നും ഞാനില്ല. ഞാൻ ഇതുകൂടെ ഞാൻ എല്ലാ ചാനലും ഞാൻ ഇൻ്റർവ്യൂ തരുന്നില്ല. ഇപ്പം പിന്നെ ഇതിപ്പോൾ രാവിലെ തന്നെ ഇവിടെ വിളിച്ചു, ലൈവ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് വയ്യ, നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ പിന്നെ കണ്ണൂരെ സുഹൃത്താണ്, അറിയുന്ന ആൾക്കാരാണ്, നമുക്ക് മടക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലത്തെ വലിയൊരു ന്യൂസ് പോലത്തെ ചാനൽ പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ വന്ന് എനിക്ക് തരുന്നു. ഇപ്പോൾ 10 മണിക്ക് ഡോക്ടർ അപ്പം പോകണം, മിംസിലാണ് പോകുന്നത്, ഡോക്ടറെ കാണണം, ഫോളോപ്പാണ് ഇന്ന്. പിന്നെ എൻ്റെ അവസ്ഥ വെച്ചാൽ വളരെ പരിതാപകരമാണ്. മിഞ്ഞാന്നുണ്ടായ 2.5 പവൻ്റെ 3 പവൻ്റെ മാല പണയം വെച്ച്, ഇന്നലെ പണയം വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ദൈവത്തിന് മാത്രമല്ല. പക്ഷേ ഞാൻ തിരിച്ചു വരും, എനിക്ക് ഒരു പേടിയില്ല. പിന്നെ ഞാൻ പൈസ കൊടുക്കാനുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു കണക്കിന് എനിക്ക് അന്ന് ഈ വീഡിയോ ചെയ്തുകൊണ്ട് എന്നോട് ഒരുപാട് ആൾ സ്ഥലം വിറ്റോ, എൻ്റെ സ്ഥലം പിന്നെ എന്നെ പ്രഭാകരൻ ജില്ലങ്കേരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 40 സ്ഥലം എൻ്റെ പേരുണ്ട് മുരളിയേട്ടാ, നിങ്ങളെടുത്ത് പറഞ്ഞു. ഞാൻ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടോ സ്ഥലം കിട്ടാൻ ജനങ്ങൾ കൊണ്ടുള്ള അല്ല ഞാൻ വീഡിയോ, എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ പറഞ്ഞത്. ഷൈനേഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് അസുഖമായിട്ട് അവർക്ക് ചെറിയ സിക്കുണ്ട്. അപ്പോൾ അയാളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ സ്ഥലങ്ങളുമുണ്ട്, മുന്നോട്ട് സിനിമ ചെയ്യാൻ എന്ത് വേണമെങ്കിൽ മുന്നോട്ട് എടുത്തോ. പിന്നെ ഒരുപാട് ആൾക്കാർ പൈസയായിട്ടും എല്ലാ സഹായം, ഞാൻ ആരും സഹായങ്ങൾ ഇപ്പം ഞാൻ സ്വീകരിക്കില്ല, വേണ്ടെന്ന് പറഞ്ഞില്ല. ഇപ്പം എനിക്ക് വേണ്ട. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതും പിന്നെ ഇത് എനിക്ക് ജനങ്ങൾക്ക് പൈസ മേടിക്കാനോ ഒന്നിനും വേണ്ടിയല്ല, എൻ്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. കാരണം നാളെ ഒരു പ്രൊഡ്യൂസർക്ക് ഇങ്ങനെ വരരുത്. എന്ന് വെച്ചാൽ ഇവരൊക്കെ നമ്മളെ ചെന്ന് കൊണ്ട് വീട്ടിൽ എത്രയോ പ്രൊഡ്യൂസർമാർ ആത്മഹത്യ ചെയ്യുന്നത് നമ്മളറിയാണ്ട്. ഈ ആരോ പറഞ്ഞു കേട്ടു, കടാവറിൻ്റെ പ്രൊഡ്യൂസർ അമല പോൾ പൈസ അത് പിന്നെ വാങ്ങുവാണ്. അതിൻ്റെ പഴയ അജയ് പണിക്കറിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഞാൻ അന്വേഷിക്കാൻ നോക്കുന്നുണ്ട്. അയാളെ കണ്ട് ഞാൻ മീഡിയൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഈ സംവിധായകനെതിരെ ചില പരാമർശങ്ങൾ താങ്കൾ നടത്തിയിരുന്നു ആദ്യത്തെ വീഡിയോ പുറത്തു വന്ന ആ സമയത്ത്. അങ്ങനെ പരാമർശങ്ങൾ നടത്താനുണ്ടായ കാരണം എന്തായിരുന്നു? സംവിധായകന് സംവിധാനം അറിയില്ല, അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അത് പരാമർശം ഞാൻ ഒരുപാട് ആൾക്കാരെ എന്നോട് പറഞ്ഞു, ഇത് ഡയറക്റ്റ് ചെയ്ത് വിഷ്ണു അല്ല, ഉണ്ണിമൂന്നാണ്, വിഷ്ണു ഒരു ഡമ്മയായിരുന്നു. അത് അത്രയും കൂടുതൽ ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇനിയിപ്പം കൂടുതൽ അയാളെയും പറഞ്ഞ് ഇവരൊക്കെ പിന്നെ പല ആൾക്കാരോട് പറഞ്ഞു അവരെ കരിയർ നശിപ്പിക്കുക. അപ്പം ഞാനും എൻ്റെ ഭാര്യയും മക്കളും ആത്മഹത്യകൾ എന്ത് ചെയ്യും? നമുക്കും കരിയറല്ല, നമുക്ക് ജീവിക്കണ്ടേ, ഇവർക്ക് മാത്രമേ ജീവിക്കണ്ടു. എല്ലാവരും പറഞ്ഞു നിങ്ങൾ അവരെ കരിയർ നശിപ്പിക്കുമെന്ന്. അപ്പോൾ എനിക്ക് ജീവിതമില്ല, എനിക്ക് കരിയറില്ല. ഞാനിവരെ 1 കൊല്ലം പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഇവർ ഞാൻ
നോക്കിയിട്ടുണ്ട് ഇവർ. ഒരു കൊല്ലം ഈ സിനിമേൻ്റെ പടത്തിന് പ്രീ പ്രൊഡക്ഷൻ നടന്നത്. ഡേറ്റ് 45,000 പെർ മന്ത് വാടക വില്ലെടുത്ത് കൊടുത്തിട്ടുണ്ട്. 3 ദിവസം കൂടുമ്പം 10,000 വെച്ചിട്ട് ഭക്ഷണത്തിന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പൈസ പോലും ഇവർ കൊടുക്കാനൊന്നുമില്ല. നിങ്ങൾ ചോദിക്കണം. ഇവർ പറഞ്ഞത് അഭിലാഷ് പിള്ള പറഞ്ഞു 25 ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതൊക്കെ ഷൂട്ടിംഗ് സമയത്തൊക്കെ അതൊക്കെ സത്യമാണ്. ഞാൻ പൈസ പലതൊന്നും അറേഞ്ച് ചെയ്യുന്നുണ്ട്, അതിനൊന്നും കളവൊന്നുമില്ല. അഭിലാഷ് പിള്ള വളരെ സത്യമാണ്. 25 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം 6-7 ലക്ഷം രൂപ വേണം. അങ്ങനെ പിന്നെ തെങ്ങിൻ്റെ പൈസ വരാൻ കുറച്ചുകൂടി പോയി. പിന്നെ ഞാൻ പൈസ അറേഞ്ച് ചെയ്തു. ഞാൻ പല സ്ഥലത്തും ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ ഇത് കെട്ടിക്കിടന്നില്ല. ഞാൻ 2 കൂടെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അഭിലാഷ് പിള്ള പറഞ്ഞത് കാര്യം 3 കോടി രൂപ എൻ്റെ അക്കൗണ്ടിന് മുന്നേ ഷൂട്ടിങ്ങിന് മുന്നേ വന്നു. അതൊന്നും തെളിയിക്കണം. അതും മീഡിയേൻ്റെ മുമ്പിൽ തെളിയിക്കണം. ലൈവിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ലൈവിൽ ഒന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. കാരണം അഭിലാഷ് പിള്ള പിന്നെ 1 കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ ഷൂട്ടിങ്ങിന് മുന്നേ വന്നിട്ടുണ്ട്. പ്ലോട്ട് പിക്ചേഴ്സ് അതിൻ്റെ കമ്മീഷൻ ഇന്ത്യ കൂട്ടിന് 6 കോടി 20 ലക്ഷം കൊടുത്തിട്ടുണ്ട്. സിൻസിയർ ശ്യാമു എന്ന് പറഞ്ഞ അവരുടെ കമ്പനിയാണ്. നല്ല അത് വിഷ്ണു ശശിശങ്കറിൻ്റെ കെയർ ഓഫിലാണ് അവർ അത് വിഷ്ണു പോയതും ആ പൈസ വന്നതും. ഇതൊക്കെ വളരെ സത്യമാണ്. ഇനി എനിക്കൊന്നും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഞാൻ ആർക്കും ഇതില്ല. എനിക്ക് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും പിന്നെ സിനിമയും ചെയ്യും. പിന്നെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് ഒരുപാടൊക്കെ ബാധ്യതയുണ്ട്. ആ ബാധ്യത തീർക്കണം. ഇനി എൻ്റെ ഏറ്റവും വലിയൊരു അത് തീർച്ചയായും പറ്റും. എനിക്കത് തീർക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ സ്ഥലമായിട്ടും കൂടായിട്ടും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിപ്പോൾ ശരിക്കും ഞാൻ സ്വീകരിച്ചു. ഞാനത് സ്വീകരിക്കുന്നില്ല. ഞാനത് വേണ്ടെന്ന് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കത് വേണ്ട. കാരണം എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ ചെയ്ത് എൻ്റെ വിഷമം ഞാൻ പറഞ്ഞതാണ്. ശ്രീ മുരളി കുന്നുംപുറത്ത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സംവിധായകൻ ഇന്നലെ പ്രസ് മീറ്റ് നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു ഈ സുമതി വളവിന്റെ 2ാം ഭാഗം ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി താങ്കൾ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? അത് പറയാം. അത് സുമതി വളവ് എന്ന് പറഞ്ഞാൽ ഈ സിനിമേൻ്റെ ഹൈപ്പ് കിട്ടാൻ വേണ്ടി അത് ആക്ച്വലി കൃഷ്ണമോഹൻ സാറ് ചെയ്യാൻ റെഡിയാണ്. പിന്നെ പക്ഷേ വിഷ്ണു പറഞ്ഞു ഇനി ഞാൻ അഭിലാഷിനോട് ഞാൻ പറഞ്ഞില്ല എന്ന് എന്നോട് പറഞ്ഞത്. അത് വിഷ്ണുവിന് തീരെ താല്പര്യമില്ല സുമതി വളവ് 2 ചെയ്യാൻ. പക്ഷേ എനിക്കും പേഴ്സണലി അത് ചെയ്യാൻ താല്പര്യമില്ല. കാരണം വെച്ചാൽ ഇനി ഒരാൾ പിന്നെ ചക്ക വീട് ചത്ത പോയാൽ പിന്നെയും ചാവാൻ നിൽക്കുന്നില്ല. സുമതി വളവ് 2ഉം വേണ്ട 3ഉം വേണ്ട, ജീവിച്ചു പോയിക്കോട്ടെ. ഞാൻ സിനിമ ചെയ്യും. പക്ഷേ ഇനി സുമതി വളവ് 2ഉം ഇല്ല 3ഉം ഇല്ല 5ഉം ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഓക്കെ. എനിക്ക് ഇതിൽ കൂടുതൽ മറുപടി വരില്ല. അഭിലാഷമുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാ ചാനലും ഓൺലൈൻ വെച്ച് എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ലൈവ് പറയും. പേപ്പർ വെച്ചിട്ട് ലൈവ് വരാൻ പറയും. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വരാൻ പറയും. എനിക്ക് 3 കോടി എങ്ങനെ കിട്ടിയെന്ന് അഭിലാഷത്തിൽ തെളിയിക്കണം ഷൂട്ടിങ്ങിന് മുന്നേ. പിന്നെ മ്യൂസിക് 24ൻ്റെ പൈസ വന്നത് ഫെബ്രുവരിയിലാണ്. അതായത് ഷൂട്ടിങ് നവംബർ 30 തുടങ്ങി. ഫെബ്രുവരിയിലാണ് അയാൾ സമീർ വന്നിട്ട് പാട്ട് കേട്ട് രഞ്ജിരാജിൻ്റെ മ്യൂസിക് ഡയറക്ടർ എഴുതുകൊണ്ടാണ് വന്നത്. പിന്നെ ഇന്നലെ പ്രത്യേകിച്ച് ഇന്നലെ ബാമ എന്നെ വിളിച്ചിരുന്നു. ചേട്ടാ ഞാൻ ഇതെല്ലാം അറിഞ്ഞു, എനിക്ക് പൈസ ബാമക്കൊന്നും കൊടുത്തു. എനിക്കൊരു പൈസയും വേണ്ട ചേട്ടാ, എനിക്ക് പൈസ വേണ്ട. പിന്നെ എനിക്കൊരു പൈസയും വേണ്ട. എൻ്റെ പേര് എനിക്ക് പൈസ വാങ്ങിയിട്ട് ചോദിച്ചു ചേട്ടനുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞു വാങ്ങിയില്ല. പക്ഷേ ബാമ ഒരു പൈസയും വേണ്ട എന്നോട് ഇന്നലെ വിളിച്ച് ബാമ പറഞ്ഞു. അതേപോലെ ഒരുപാട് ആൾ ബാലു സൈജു കുറുപ്പ് ഇവരൊക്കെ ഗൂഗിൾ സുരേഷ് ഇവരൊക്കെ പൈസ വേണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് ബാധ്യതയുണ്ട്. ഇതൊക്കെ തീർത്തിട്ട് എനിക്ക് പൈസ കിട്ടുമ്പോൾ ചിലപ്പോൾ 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ പൈസ കൊടുക്കും. അത് ഉറപ്പാണ്. കാരണം അത് അവർ ഒരു സംവിധായകനെയോ റൈറ്ററോ എല്ലാം വിശ്വസിച്ചിട്ടുള്ള വേണ്ട സിനിമയിലേക്ക് വരും. പ്രൊഡ്യൂസർ അവരെ വാല്യൂ ഉണ്ടാവും. പക്ഷേ പ്രൊഡ്യൂസർ പൈസ കൊടുക്കുന്നതിൽ പ്രതീക്ഷ അവർ വരുന്നത്. ഞാൻ ഈ പൈസ കൊടുക്കും എപ്പോഴും. എനിക്ക് ഇതൊരു എങ്ങനെയെങ്കിലും ഞാനത് കഴിഞ്ഞാൽ 1 വർഷം 2 വർഷം ചിലപ്പോൾ 3 വർഷം കൊടുത്തേക്കാം. ഞാൻ എല്ലാവരുടെ പൈസയും കൊടുക്കും. ഇതിനപ്പുറം എനിക്കത് പറയാൻ ഇല്ല. കാരണം പോലെ ഞാൻ എന്താ മാന പണയം വെച്ചിപ്പോൾ ജീവിക്കുന്നു. ഇവരൊക്കെ എന്നെപ്പറ്റി പറയുന്നില്ലേ, ദൈവം മൂളുണ്ടാവും. വിജേഷ് പാണത്തൂർ, ഉണ്ണി വെള്ളോറ, അഭിലാഷ് പിള്ള, വിഷ്ണു ശശിശങ്കർ ഇതൊക്കെ ദൈവം കാണും. ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ 1 കൊല്ലം ഞാൻ തീറ്റിപ്പൂറ്റ ആൾക്ക്. അതേപോലെ നദികൾ സ്പോർട്സ് പ്രൊഡക്ഷൻ 1 കൊല്ലം എൻ്റെ ഫ്ലാറ്റിൽ വിജേഷ് അവരൊക്കെ വന്നിരുന്നു. അവർ ഞാൻ നന്നായി നോക്കിയിട്ടുണ്ട് അവരാ. അതിനൊക്കെ കൂലി ഇന്നലെ അവർ തന്നു. സന്തോഷം എല്ലാവരോടും നന്ദി. കാരണം എല്ലാവരെയും നല്ല വൃത്തിക്ക് നോക്കിയതിൻ്റെ ഇതാണ് അവരിൽ തന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്തുകൊണ്ടാണ് എനിക്ക് നഷ്ടം 7 കോടി വന്നുകൊണ്ടാണ്. നദികൾ 2 കോടി വന്നോട് പിന്നെ ഈ സുമതി വളവിൻ്റെ കാര്യം ഒക്കെ തെറ്റാണ്, കള്ളമാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതൊക്കെ 100% കാരണം ഉണ്ണി മൂന്നന വീഡിയോ കണ്ടാണ് എന്നെ വിളിച്ചത്.
ഉണ്ണിമൂന്നൻ ആ വീഡിയോ കൊണ്ടാണ് എന്നെ വിളിച്ചത്. ഉണ്ണിമൂന്നൻ ചേട്ടാ വിഷമിക്കാതിരിക്കും, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അതേപോലെ ജയസൂര്യൻ വിളിച്ചു പറഞ്ഞു പേടിക്കണ്ട, നമുക്ക് കൂടിയുണ്ട്. ഇനി ജയസൂര്യൻ സിനിമ ഫീൽഡിൽ നിന്ന് ആരെങ്കിലും പൈസ നിങ്ങൾ ബുദ്ധിമുട്ട് ഞാൻ സംസാരിക്കാം. അത്രയും ജയസൂര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതിരിക്കും. അതേപോലെ പ്രദേശ് 2 പ്രാവശ്യം ഇവിടെ വന്നു. ഇനി എനിക്കൊന്നും പറയാനില്ല, മതി. കാരണം നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചർച്ചാ വിഷയമാക്കണ്ട. എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഒരു പോലീസ് എനിക്ക് നഷ്ടം പറ്റിയിട്ടുണ്ട്, അത് സത്യമാണ്. അത് അഭിലാഷ് പിള്ളക്ക് ധൈര്യം കൊണ്ട് അങ്ങനെ മുന്നിൽ വന്നിട്ട് ഇരിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു എല്ലാവരെയും. വിജേഷ് പാണത്തൂര് നമ്മളെ ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾ അവിടെ പോയിട്ട് അക്കൗണ്ട് ബിൽ ടു ബില്ല് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ അവിടെ പോകണം. നിയമപരമായിട്ട് പോയിട്ട് ഞാൻ നിയമപരമായിട്ട് തന്നെ പോകും. പിന്നെ ഇന്നും 1,32,000 രൂപ ടൈൽസിൻ്റെ പൈസ ഇന്നും വിജേഷ് പാണത്തൂർ തരാനുണ്ട്. ഞാനത് മേടിക്കുന്നില്ല, അത് ഞാൻ വിട്ടു. പൈസ കിട്ടിയിട്ട് ഇന്നലെ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. ഇല്ല ഞാൻ ഇതൊന്നും പറയില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്. ശരി, നന്ദി ശ്രീ മുരളി കുന്നംപുറത്ത്. ന്യൂസ് 18-നുമായി അല്പം സമയം പങ്കുവച്ചതിന്, ഇപ്പോൾ നടക്കുന്ന വിഷയത്തിൽ വിശദീകരണങ്ങൾ നൽകിയതിന് നന്ദി. ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും പരിശോധനയും ഇന്നും തുടരും. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധന മുണ്ടത്തിക്കോട് രാവിലെ തുടങ്ങും. ഇന്നലെ കെടാവർ നായ്ക്കൾ ഒരു തല കണ്ടെടുത്തിരുന്നു. ഇത് കാണാതായ തിരുവമ്പാടി ദേവസ്വം കമ്മിറ്റി അംഗമായ ഗിരിയുടേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം DNA പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ നടത്തൂ. ചികിത്സയിലുള്ള 12-ൽ 4 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. 2 പേർ ചികിത്സകൾക്ക് ശേഷം വീട്ടിലെത്തി. ഇനി 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ആ 3 പേർക്കായുള്ള തെരച്ചിലാണ് ഇനി അവശേഷിക്കുന്നത്. അവരെ കണ്ടെത്താനാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഇന്ന് തെരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുക? അതുപോലെ തന്നെ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില ഇപ്പോൾ ഏത് രീതിയിലാണ്? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാണാതായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനായിട്ട് ആ ഒരു സ്ഫോടനം നടന്ന പരിസരം പൂർണ്ണമായിട്ടും വീണ്ടും അരിച്ചു പെറുക്കുകയാണ് ഇപ്പോൾ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതിൽ വൈകുന്നേരം കെടാവർ നായ്ക്കളെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ്, തെരച്ചിലാണ് ഈ ഒരു തലയുടെ ഒരു ഭാഗം കണ്ടെത്തിയത്. അത് ഈ സ്ഫോടനമുണ്ടായ ഇടത്തുനിന്ന് ഏകദേശം ഒരു 400 മീറ്റർ അകലെയാണ്. അത്രയും ദൂരത്തേക്ക് തെറിച്ചുപോയ ഒരു സാഹചര്യം. അത്രയും ദൂരത്തേക്കൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തെരച്ചിൽ നടന്നിരുന്നില്ല. ഏറ്റവും അവസാനം കെടാവർ നായ്ക്കൾ മണം പിടിച്ച് അവിടേക്ക് ഓടുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തലയുടെ ഭാഗം കണ്ടെത്തിയത്. ഗിരിയുടേതാണെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ DNA പരിശോധന ഫലം വരേണ്ടതുണ്ട്. അതിൻ്റെ നടപടികളും പുരോഗമിക്കുകയാണ്. മറ്റ് 3 പേർക്കായാണ് ഇനി കണ്ടെത്താനുള്ളത്. ഒരു മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മോർച്ചറിയിലുണ്ട്. ഇതിൻ്റെ DNA ഫലം വന്നാൽ ഒരുപക്ഷെ ഈ കാണാതായ ആളുകൾ ആരെങ്കിലും ഒന്നാകും അത് എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. പിന്നീട് 2 പേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഫോറൻസിക് സർജൻ പറഞ്ഞിരുന്നത് നേരത്തെ DNA പരിശോധനയ്ക്ക് അയച്ച 29 സാമ്പിളുകളിൽ 2 പേരുടെയെങ്കിലും മൃതശരീരാവശിഷ്ടങ്ങളുണ്ടാകും, അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാൻ കഴിയുമെന്നൊരു വിലയിരുത്തലാണ്. അങ്ങനെ ആ DNA സാമ്പിളുകളോട് മാച്ചായി കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. 37 പേരാണ് ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്നും ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലെങ്കിലും വലിയ ഒരു തെരച്ചിൽ ഇന്നും തുടരുന്ന സാഹചര്യം തന്നെ. നേരത്തെ ഇന്നലത്തോടെ ഈ കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നിർത്താനുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു തലയുടെ ഭാഗം കണ്ടെത്തിയതോടെ ഇന്നുകൂടി ആ പ്രദേശം ഒന്നാകെ അരിച്ചു പെറുക്കാൻ തെരച്ചിൽ തുടരാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയത്. അതുപ്രകാരം അല്പസമയത്തിനകം തന്നെ മുണ്ടത്തിക്കൂടെ ആ തെരച്ചിൽ ആരംഭിക്കും. അതേസമയം ആർഭാടങ്ങൾ ഒഴിവാക്കി പൂരം നടത്താൻ ദേവസ്വങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയാകും ഇത്തവണ പൂരം നടത്തുക. നാളെയാണ് പൂര വിളംബരം നടക്കുക. അനുമോദ്, വലിയൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി നടക്കുന്ന പൂരമാണ്. ആഘോഷങ്ങളൊന്നും ഉണ്ടാകില്ല, ചടങ്ങുകൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഇപ്പോൾ അവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ?
അനുശ്രീ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പൂരത്തിൻ്റെ നാളെയാണ് തെക്കേ നട തുറന്ന് പൂരവിളംബരം ചെയ്യുന്ന ഇതിലേക്കാവമ്മ. നേരത്തെ ഈ ഒരു പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളായി കണക്കാക്കിയിരുന്ന വെടിക്കെട്ടും കുടമാറ്റവും, അതിൽ വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാനും കുടമാറ്റം 15 മിനിറ്റാക്കി ചുരുക്കാനും തീരുമാനിച്ചു. അത് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള വടക്കുനാഥനിലേക്കുള്ള എഴുന്നള്ളത്ത്, മേളം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതേപോലെ തന്നെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതൊരു വിശ്വാസത്തിൻ്റെയും ചടങ്ങുകളുടെയും ഭാഗമായതുകൊണ്ട് അത് ഒഴിവാക്കാനാകില്ല എന്നൊരു നിലപാടാണ് ദേവസ്വം ബോർഡുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് 15 ആനപ്പുറത്ത് തന്നെ തിരുവമ്പാടിയും പാറമേക്കാവും എഴുന്നള്ളത്ത് നടത്തും. അതുപോലെ തന്നെ മഠത്തിൽ ഒരു പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും ഒക്കെ ഉണ്ടാകും. അവിടെ ഈ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും ഒരു തരത്തിലും കുറവുണ്ടാകില്ല. ഇനി പ്രധാനമായിട്ട് മറ്റൊരു കാര്യമുള്ളത് ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തിനെ കുറിച്ചാണ്. അത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളാണ് ഘടകപൂരങ്ങൾ. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ ഒരു യോഗത്തിന് ശേഷം മുന്നോട്ട് വെച്ച നിർദ്ദേശം പരമാവധി 5 ആനകളെ ഉൾക്കൊള്ളിച്ചുള്ള എഴുന്നള്ളത്ത് മതി, വാദ്യഘോഷങ്ങൾ പരമാവധി 50 പേർ മതി എന്നുള്ളതാണ്. പക്ഷേ ഈ ഘടകപൂരങ്ങളിൽ പലർക്കും പല ക്ഷേത്രങ്ങൾക്കും ആനകളെയും വാദ്യങ്ങളെയൊക്കെ സപ്ലൈ നൽകുന്നത് തിരുവമ്പാടിയും പാറമേക്കവുമാണ്. അതിൽ തന്നെ ചൂരക്കോട്ടുകാവൊക്കെ 14 ആനകളെയാണ് എഴുന്നള്ളത്തിൽ കൊണ്ടുവരാനുള്ള നിഷ്കർഷിച്ചിരിക്കുന്നത്. അവരുടെ ചട്ടം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കാലങ്ങളായിട്ട് പിന്തുടരുന്ന രീതി അതാണ്. അതുകൊണ്ട് തന്നെ ഈ 5 ആനകളിലേക്ക് ഒതുക്കണം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ഘടകപൂരങ്ങൾ കമ്മിറ്റികൾ അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണ് അന്തിമ തീരുമാനം അവർക്ക് കൊടുത്തിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചടങ്ങുകൾ എല്ലാം അതുപോലെ തന്നെ നടക്കുമെങ്കിലും വർണ്ണാഭമായിട്ടുള്ള ആ വെടിക്കെട്ടും അതുപോലെ തന്നെ കുടമാറ്റവും അതിൽ മാറ്റം വന്നിരിക്കുന്നു. കുടമാറ്റം 15 മിനിറ്റ്, സാധാരണ 1 മണിക്കൂറിലേറെ സമയമാണ് കുടമാറ്റം ഉണ്ടാകാറും. അത് 15 മിനിറ്റായി ചുരുക്കി. അതേപോലെ വെടിക്കെട്ട്, ഇന്ന് സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ദിവസമാണ്. സാമ്പിൾ വെടിക്കെട്ട് ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പൂരത്തിന് വെടിക്കെട്ടും പകൽപ്പൂര വെടിക്കെട്ടും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വെടിക്കെട്ടിൻ്റെ ആ ദുരന്തം, വെടിക്കെട്ട് പുരയിലെ ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് മുമ്പിൽ അത്തരത്തിൽ അവരുടെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരം അർപ്പിക്കാനുള്ളൊരു സാഹചര്യം കൂടിയാണ് ഇത്തരം ചടങ്ങുകളൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും തൃശ്ശൂർ ഈ ഒരു ദുരന്തം തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ആർക്കും പൂരം വലിയ വർണ്ണാഭമായി ആഘോഷിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതും പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പൂരം ഒഴിവാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതിന് പല ഒരുക്കങ്ങളൊക്കെ മുൻപേ തുടങ്ങിയതായതിനാൽ അത് ആ രീതിയിൽ നടക്കട്ടെ. എന്നാൽ വെടിക്കെട്ടും കുടമാറ്റവും അതിൽ മാറ്റം വരുത്താം എന്നാണ് യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചമയ പ്രദർശനം എല്ലാ തവണയും വലിയ ആഘോഷമായിട്ട് ഉദ്ഘാടനമൊക്കെ നടത്തുന്നതാണ്. ഇത്തവണ പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനം ഇന്ന് തുടങ്ങും. പക്ഷേ അതും ഉദ്ഘാടനമൊന്നുമില്ലാതെ സാധാരണ രീതിയിൽ ഒരു വിളക്ക് കത്തിച്ച് തുടങ്ങുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം നാളെയാണ് നടക്കുക. എന്താണെങ്കിലും ആഘോഷങ്ങൾ പൂർണ്ണമായും ഇല്ല എന്ന് പറയുമ്പോഴും ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ എല്ലാം പൂരത്തിൽ ഉണ്ടാകുമെന്നുകൂടി ദേവസ്വം ബോർഡുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, സി വി അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കേരളത്തിന് പുറമെ ഉത്തരേന്ത്യയിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മധ്യ കിഴക്കൻ മേഖലയിലും താപനില 40 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഡൽഹിയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. താപനില ഉയരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്കായി സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. കടുത്ത ചൂട് മനുഷ്യരെ മാത്രമല്ല വന്യമൃഗങ്ങളെയും വലയ്ക്കുകയാണിപ്പോൾ. വനത്തിനുള്ളിലെ പല സ്രോതസ്സുകളും വറ്റിയതോടെ മൃഗങ്ങൾ നാട്ടിലിറങ്ങുകയാണ്. കൊല്ലത്ത് നാട്ടിലിറങ്ങുന്ന മൃഗങ്ങൾ വൻ നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ചൂട് അതികഠിനമായതോടെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ വനമേഖലയിലെ തോടുകൾ വറ്റിവരണ്ടു. ആന, കാട്ടുപോത്ത്, പന്നി, കേഴമാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന വനത്തിന് നടുവിലൂടെയുള്ള തോടാണ് പൂർണ്ണമായും വറ്റിവരണ്ടത്. കറവൂർ വനമേഖലയിലെ വനത്തിനുള്ളിലൂടെയുള്ള തോടാണ് വറ്റിയത്. ഉൾവനത്തിൽ കുടിവെള്ളം കിട്ടാതായതോടെ പിറവന്തൂർ, പത്തനാപുരം, തെന്മല ഗ്രാമപഞ്ചായത്തുകളിലെ കറവൂർ, ചാലിയക്കര, പത്തുപറ, മുള്ളുമല, ചെരിപ്പിട്ടക്കാവ് വനമേഖലകളിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുകയാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നതിനാൽ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. മലയോര മേഖലയിലുള്ള ജനങ്ങൾ ഒരു പരിധിവരെ ആശ്രയിച്ചിരുന്നതും ഈ ചെറു തോടുകളെയായിരുന്നു. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്തിയോടിക്കാൻ വനം വകുപ്പ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉൾവനങ്ങളിലെ ജലക്ഷാമം വീണ്ടും നാട്ടിലേക്കിറങ്ങുന്നു. ന്യൂസ് 18 പുനലൂർ.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ റെക്കോർഡ് പോളിംഗ് 85.03 പോളിംഗ് ശതമാനം. തമിഴ്നാട്ടിൽ ആദ്യമായാണ് പോളിംഗ് 80% കടക്കുന്നത്. 2021 11% വർധനയുള്ളതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 25 ലക്ഷത്തോളം വോട്ടുകൾ ഇക്കുറി അധികം പോൾ ചെയ്തു. അധികാര തുടർച്ച നേടുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതികരിച്ചു. ഭരണവിരുദ്ധ വികാരമാണ് പ്രകടമായതെന്ന് AIADMKയും വിജയ് ഫാക്ടർ എന്ന് TVKയും തിരിച്ചടിച്ചു. അതേസമയം തമിഴ്നാട്ടിലെ ഭരണത്തിൽ മാറ്റം വരുമെന്ന് NDAയും പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ കടൽ യുദ്ധം രൂക്ഷമാകാൻ സാധ്യത. അമേരിക്കയുടെ മൂന്നാമത്തെ പടക്കപ്പൽ USS ജോർജ് W. ബുഷ് പശ്ചിമേഷ്യയിലെത്തി. ഇതോടെ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3ആയി. ഹോർമുസിൽ ഒരു ചരക്ക് കപ്പലിനെ IRGC സേനാംഗങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് US-ന്റെ നടപടി. അതേസമയം ഇറാനുമായി കരാറുണ്ടാക്കുന്നതിൽ തനിക്ക് യാതൊരു സമ്മർദ്ദവുമില്ലെന്ന് പറഞ്ഞ ട്രംപ് ശത്രുക്കൾക്ക് മുന്നിൽ സമയം കുറവാണെന്ന് വ്യക്തമാക്കി. I took the country out militarily in the first 4 weeks. I took it out militarily. Now all we're doing is sitting back and seeing what deal. And if they don't want to make a deal, then I'll finish it up militarily with the other 25% of the targets. We've hit 78% of the targets that we've wanted to hit. We've knocked out their manufacturing. We've knocked out their missile production. We've knocked out their drone production. We've knocked out everything. In some cases, when I say knocked it out, 70, 80, 90%. It's amazing what we've done. So I've done that within that period of time that I mentioned, but I don't want to rush myself, because every story says, oh, Trump is under time pressure. I'm not. No. You know who's under time pressure? They are. ഇതിനിടെ ഇസ്രയേലും ലബനനും തമ്മിലെ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടി. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇന്നലെ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹിസ്ബുള്ളയിൽ നിന്ന് ലബനനെ രക്ഷിക്കാൻ US സഹായിക്കുമെന്ന് ട്രംപ് ഉറപ്പു നൽകി. വിവരങ്ങളുമായി അജയ് സുധാവിച്ച് ചേരുന്നുണ്ട്. അജയ്, ട്രംപ് കൂടുതൽ യുദ്ധത്തിനായി കോപ്പുകൂട്ടുകയാണെന്ന് വേണം മനസ്സിലാക്കാനല്ലേ ഇറാനെതിരെ? അനുശ്രീ, ഇപ്പോൾ US-ന്റേതായി പശ്ചിമേഷ്യയിൽ നിലയുറപ്പിക്കുന്ന മൂന്നാമത്തെ യുദ്ധക്കപ്പലാണ് USS ജോർജ് W. ബുഷ് എന്ന് പറയുന്നത്. 2 യുദ്ധക്കപ്പലുകൾ ഇതിനോടകം തന്നെ മേഖലയിലുണ്ട്. അതായത് USS ജെറാൾഡ് R. ഫോർഡ് എന്ന് പറയുന്ന കപ്പലുണ്ട്. ഇത് ചെങ്കടലിൽ നിലവിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ USS എബ്രഹാം ലിങ്കൺ കപ്പൽ നേരത്തെ തന്നെ പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇത് പശ്ചിമേഷ്യയിലുള്ള മറ്റ് മേഖലകളിൽ, അതായത് ഹോർമുസ് ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലാണ് പെട്രോളിംഗ് നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഈ സാഹചര്യത്തിൽ ഹോർമുസിൽ മൊത്തത്തിൽ 3 US-ന്റെ യുദ്ധക്കപ്പലുകളുണ്ട്. ഇതിനോടകം തന്നെ മറ്റ് പല യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ പുതിയ ഡ്രോണുകളും ഉൾപ്പെടെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ട്രംപിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിലൂടെ US വ്യക്തമാക്കുന്നത് ഈ ഹോർമുസിലുള്ള US-ന്റെ ഒരു സാന്നിധ്യം, US-ന്റെ ഒരു ഉപരോധം അത് കൂടുതൽ കടുപ്പിക്കുകയാണ് ഇതിലൂടെ നിലവിൽ അമേരിക്ക ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം IRGC-യുടെ ചില സൈനികർ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഒരു കപ്പലിനെ കീഴടക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഇറാൻ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് US മൂന്നാമത്തെ യുദ്ധക്കപ്പലിനെ കൂടി മേഖലയിൽ വിന്യസിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല, ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് ഇറാന്റെ 34 ടാങ്കറുകൾ ഹോർമുസ് കടന്നു പോയിരുന്നു. അപ്പോൾ ഇതുവഴിയൊക്കെ ഈ ഹോർമുസിന്റെ ഇപ്പോഴുള്ള പൂർണ്ണ നിയന്ത്രണം ഇറാനാണെന്നും US-ന്റെ ഉപരോധം പൂർണ്ണ പരാജയമാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വന്നിരുന്നത്. എന്നാൽ ഈ ഹോർമുസിൽ ഇപ്പോൾ തങ്ങൾക്കാണ് നിയന്ത്രണം, ഇറാനെ മേഖലയിൽ ഒന്നുമല്ലാതാക്കി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് US-ന്റെ ഈ പുതിയ നീക്കമെന്ന് പറയുന്നത്. മാത്രമല്ല, ട്രംപ് പുതുതായി കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇറാനിയൻ ബോട്ടുകൾ മൈനുകൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ ബോട്ടുകളെ നശിപ്പിക്കണം എന്ന് തന്നെയാണ് ട്രംപ് തീർത്തു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വൈറ്റ് ഹൗസിൽ അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ചില കൂടുതൽ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതായത് US-ന് ഇപ്പോൾ ഇറാനുമായിട്ട് ഒരു ഡീലിൽ എത്തിച്ചേരാൻ പെട്ടെന്ന് വലിയ ഒരു റഷൊന്നുമില്ല. US-ന് മുന്നിൽ നല്ല സമയമുണ്ട്. തനിക്ക് മുന്നിൽ ലോകത്തിലുള്ള എല്ലാ സമയവും തനിക്കുണ്ട്. തനിക്ക് വെറുതെ കസേരയിലിരുന്ന് പിന്നിലേക്ക് ചാരിയിരുന്ന് ഈ ഇറാനുമായിട്ടുള്ള ഇറാൻ ഒരു കരാർ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രം നോക്കിയിരുന്നാൽ മതി. പക്ഷേ ഇറാന് മുന്നിൽ നിലവിൽ സമയം കുറവാണ്. അവരുടെ ക്ലോക്ക് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇറാൻ ഒരു ഡീലിൽ എത്തിച്ചേരണം എന്നാണ് ട്രംപ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ
ട്രംപ് അവകാശപ്പെടുന്നത് ഇറാനിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏതാണ്ട് 78% താൻ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി തങ്ങൾക്ക് മുന്നിൽ ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ പവർ പ്ലാന്റുകളും നശിപ്പിക്കുക മാത്രമാണ്. അതുപോലെ നേതാക്കളെ വകവരുത്താനും തങ്ങൾ മടിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് പോലെ ഇറാനിൽ അണുബോംബ് വർഷിക്കാനൊന്നും തനിക്ക് താല്പര്യമില്ല, അങ്ങനെ ലോകത്തിലുള്ള ഒരു രാജ്യവും ചെയ്യരുതെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇന്നലെ വൈറ്റ് ഹൗസ് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ട്രംപ് 2 ദിവസം മുൻപേ പറഞ്ഞൊരു കാര്യമാണ്, ഇറാനിലെ നേതാക്കൾക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെന്നുള്ള കാര്യം. ഇത് ട്രംപ് ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായി തന്നെ ആ വാദം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് ഇറാനെ ഇപ്പോൾ നയിക്കുന്നത് ആരാണെന്ന് അവരുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് പോലും അറിയില്ല. ഇറാനിലുള്ള നേതാക്കളെല്ലാവരും ഈ നായയും അതുപോലെ തന്നെ പൂച്ചയും പോലെ പരസ്പരം കടുപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ ഉള്ളത്. അപ്പോൾ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി അവരൊരു ഡീൽ മുന്നോട്ട് വയ്ക്കട്ടെ, തങ്ങൾ അതിനാണ് കാത്തിരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളെ ഇന്ത്യക്കാരെ ഉൾപ്പെടെ ആശങ്കയിലാക്കുന്ന മറ്റൊരു കാര്യമാണ് ക്രൂഡ് ഓയിൽ വില വർധനവ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വർദ്ധിപ്പിക്കും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിലനിൽക്കെ ട്രംപ് ഇപ്പോൾ മറ്റൊരു ബോംബ് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ചിലപ്പോൾ $200 വരെ ഉയരാനൊക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ 20 മുതൽ 25% വരെ താഴ്ചയുണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം ലോക സമാധാനത്തിന് വേണ്ടി നൽകുന്ന ചെറിയൊരു പ്രൈസ് മാത്രമാണെന്നാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ വന്നിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് അവരുടെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം നിലവിൽ ഈ നേതാക്കൾക്കിടയിൽ ഈ തർക്കമുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളെ പറ്റിയിട്ടാണ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഇറാനിൽ തീവ്ര നിലപാടുകാരോ മിത നിലപാടുകാരോ ഇല്ല, ഞങ്ങൾ എല്ലാവരും വിപ്ലവകാരികളാണ്, എല്ലാവരും പരമോന്നത നേതാവിനെ അനുസരിച്ചുകൊണ്ട് ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു വയ്ക്കുന്നു. അതുപോലെ അദ്ദേഹം ഒരു എക്സ്പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആ പോസ്റ്റ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒരു രാജ്യം, ഒരു ദൈവം, ഒരു നേതാവ്, ഇറാന് വിജയം എന്നുള്ളൊരു ക്യാപ്ഷനിലൂടെയാണ്. ഇതിലൂടെ ഇറാനിലെ നേതാക്കൾക്കിടയിൽ യാതൊരു ഭിന്നതകളും ഇല്ലെന്നും മസൂദ് പെസഷ്കിയാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ പശ്ചിമേഷ്യയിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു സംഘർഷ മേഖലയാണ് ലെബനനും ഇസ്രായേലും തമ്മിലുള്ളത്. എന്തായാലും അവിടെയും ഒരു ആശ്വാസം നിലവിലുണ്ട്. കാരണം ഈ ട്രംപിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈറ്റ് ഹൗസിൽ ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ ലെബന്റെയും അംബാസഡർമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ഒരു മീറ്റിങ്ങിനെ തുടർന്ന് നിലവിൽ ലെബനിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച വരെയായിരുന്നു അതിൻ്റെ ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നത്. നിലവിൽ 3 ആഴ്ച നീട്ടിയത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ ട്രംപ് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ലെബനനിൽ ഹിസ്ബുള്ളയുടെ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഈ ഹിസ്ബുള്ള പ്രവർത്തകരെ വധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ലെബനന് സഹായം നൽകും, അമേരിക്ക ഈ പ്രശ്നം തീർക്കാൻ കൂടെ നിൽക്കും എന്നതാണ് ട്രംപ് നൽകുന്ന മറ്റൊരു ഉറപ്പ്. മാത്രമല്ല ട്രംപ് പറയുന്നു ഭാവിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ ലെബനന്റെ പ്രസിഡന്റായിട്ടുള്ള ജോസഫ് ഔണിനെയും വൈറ്റ് ഹൗസിൽ എത്തിച്ച് സമാനമായിട്ടുള്ള രീതിയിൽ കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുമെന്നും താൻ പ്രതീക്ഷിക്കുന്നതായിട്ട് ട്രംപ് അദ്ദേഹം ട്രൂ സോഷ്യലിലിട്ട പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ച തന്നെ ലെബനും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിനിധികൾ ഏതാണ്ട് 34 വർഷങ്ങൾക്ക് ശേഷമാണ് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. എന്തായാലും ആ ഒരു സംഘർഷത്തിന്റെ കാര്യത്തിൽ നിലവിൽ കുറച്ച് അയവുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ സേന പറയുന്നത് ലെബനിൽ നിന്ന് പുതിയ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടായെന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ പ്രകോപനങ്ങൾ പരസ്പരം തുടരുകയാണെങ്കിൽ ആ മേഖലയിലെ സംഘർഷവും ചിലപ്പോൾ ദിവസങ്ങൾ നീളാൻ സാധ്യതയുണ്ട്. അജയ്, ഇപ്പോൾ ചർച്ചയാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നടത്തിയ ഒരു പരാമർശമാണ്. ട്രംപിന്റെ ഒരു വാക്ക് മതി ഇറാനെ ഇല്ലാതാക്കാൻ എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു മറുപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ഇതിന് ഈ ഒരു പ്രകോപന പ്രസ്താവനയ്ക്ക് യാതൊരു മറുപടി നൽകിയിട്ടില്ല. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി നിലവിൽ വ്യക്തമാക്കുന്നത് ഖമനൈ വംശത്തെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കും എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. വളരെയധികം പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു. മാത്രമല്ല അദ്ദേഹം മുൻപും ഇത്തരത്തിലുള്ള ചില വാക്കുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇറാനെതിരെ ഏത് നിമിഷവും സൈനിക നീക്കം നടത്തും, അതിന് ട്രംപ് തങ്ങൾക്ക് അനുവദിച്ചാൽ മാത്രം മതി. ഇപ്പോൾ US അതുപോലെ തന്നെ ഇറാനുമായിട്ട് നിലനിൽക്കുന്ന ഈ വെടിനിർത്തൽ
കണ്ടെത്തൽ തങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് കാരണം മാത്രമാണ് ഇറാനെതിരെ സൈനിക നീക്കം നടത്താത്തതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, ട്രംപ് പറയുന്ന മുന്നത്തെ ഒരു വാക്കുകൾ കടമെടുത്തുകൊണ്ടുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹം മറ്റൊരു തരത്തിൽ നടത്തുന്നത്. അതായത് ഇറാനെ ഏതാണ്ട് ശിലായുഗത്തിന് സമാനമായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൂടി ഇദ്ദേഹം നടത്തുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിലെ തന്നെ ഏറ്റവും അവിടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനേക്കാൾ തീവ്ര നിലപാടുകാരനാണ് പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും തുടർന്നിരിക്കുന്നത്. ശരി, അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വിമാനത്തേതിലേതിന് സമാനമായ അത്യാധുനിക സൗകര്യമുള്ള KSRTC ബിസിനസ് ക്ലാസ് ബസ് ഒരു മാസം മുൻപ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്ത ബസ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് ഓടിച്ചു. നമുക്ക് എന്ത് യൂട്യൂബാണ് കണ്ടത്, എന്താണ് കണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ സ്ക്രീനിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല സ്ക്രീനിൽ നിന്ന് നമുക്ക് ഒരു വയർലെസ് ഹെഡ്ഫോൺ ഉപയോഗിച്ച് അവരവരുടെ ഫോൺ ഉപയോഗിച്ച് ബ്ലൂടൂത്ത് ഫോൺ വെച്ച് തന്നെ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മളൊരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അക്ഷയ തൃതീയയിൽ എക്കാലത്തെയും ഏറ്റവും ഉയർന്ന വിൽപ്പന കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആഗോള വിൽപ്പനയിൽ 53% വളർച്ചയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൈവരിച്ചത്. അക്ഷയ തൃതീയയിലെ ആകെ വിറ്റുവരവ് 2646 കോടി രൂപയിലെത്തി. ഇതിൽ ഇന്ത്യൻ വിപണിയിലെ വിൽപ്പനയിൽ 71 വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അന്താരാഷ്ട്ര വിപണികളിൽ 22% വളർച്ചയും രേഖപ്പെടുത്തി. Inspired by divinity, crafted for prosperity. Tanvika Collection, Malabar Gold and Diamonds. വയനാട്ട് കുലവൻ തെയ്യംകെട്ടിനെത്തുന്ന 10,000ങ്ങളെ ഊട്ടാനുള്ള പച്ചക്കറികൾ വിളയിച്ചെടുത്ത് ഒരു ഗ്രാമം. കാസർഗോഡ് ബാരിക്കാട് പുതിയപുര തറവാട് തെയ്യംകെട്ട് ഉത്സവത്തിന്റെ കലവറ നിറയുക ഇങ്ങനെ കൃഷി ചെയ്തെടുത്ത വിളകൾ കൊണ്ടാണ്. പച്ചക്കറി വിളവെടുപ്പ് ജനകീയോത്സവമായി മാറിയിരിക്കുകയാണ് ഇവിടെ. ബാരിക്കാട് ദേശക്കാരുടെ ഓർമ്മയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പുതിയപുര തറവാട്ടിൽ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. 3 ദിനങ്ങളിലായി ദേശക്കാരായ മുഴുവൻ പേരും തറവാട്ട് സന്നിധിയിലെത്തും. 1,00,000-ലധികം പേർക്ക് ഉത്സവകാലത്ത് സദ്യ വിളമ്പാനുള്ള മുന്നൊരുക്കമായിരുന്നു ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയും വിളവെടുപ്പും. മത്തനും വെള്ളരിയും കുമ്പളങ്ങിയുമെല്ലാം സമൃദ്ധമായി വിളഞ്ഞ പാടത്ത് ആഘോഷപൂർവ്വമായിരുന്നു വിളവെടുപ്പ്. തറവാട്ട് സ്ഥാനികരും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും വിളവെടുപ്പിൽ സജീവമായിരുന്നു. ബാരിക്കാട് പ്രദേശം ഒന്നാകെ ആ നാടൊന്നാകെ ചേർന്നുകൊണ്ട് ഇവിടെ പച്ചക്കറി വിളവെടുപ്പ് നടത്തിയെടുക്കുകയാണ്. അതിന് വിളവെടുപ്പാണ് ക്ഷേത്ര സ്ഥാനികന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ഈ മഹോത്സവം വളരെ 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന മഹോത്സവത്തിന് വളരെ നല്ല രീതിയിൽ അന്നദാനം കൂടി ഒരുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിളവെടുപ്പ് നടത്തിയത്. കണ്ടനാർ കേളനും വയനാട്ട് കുലമനും ഉൾപ്പെടെ 8-ലധികം തെയ്യക്കോലങ്ങൾ തറവാട്ട് സന്നിധിയിലെ തെയ്യംകെട്ട് മഹോത്സവത്തിൽ ഉണ്ടാകും. തീയ സമുദായത്തിന്റെ ആചാര സ്ഥാനികരാണ് പൂജകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പാടി കഴകത്തിന് കീഴിലുള്ള ദേശത്തെ പ്രമുഖ തറവാടാണ് ബാരിക്കാട് ദേശത്തെ പുതിയപുര തറവാട്. നൂറ്റാണ്ടിന് ശേഷം വരുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവ ആഘോഷ കമ്മിറ്റിയും നടത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കാസർഗോഡ്. മുങ്ങിമരണമില്ലാത്ത നാടെന്ന സ്വപ്നവുമായി വീണ്ടും നീന്തൽ പരിശീലനവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് പട്ടാമ്പി കൊടലൂർ സ്വദേശി അക്ബർ. മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും സൗജന്യമായി നീന്തൽ പരിശീലനം നൽകുകയാണ് 60ന്റെ ചുറുചുറുക്കുള്ള അക്ബറിന്റെ ലക്ഷ്യം. ജലാശയങ്ങളിലും മറ്റുമായി നിരവധി അപകടങ്ങളും മുങ്ങിമരണങ്ങളുമാണ് സംഭവിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മുങ്ങിമരണമില്ലാത്ത നാടെന്ന സ്വപ്നവുമായി പട്ടാമ്പി കൊടലൂർ സ്വദേശി കണ്ടേക്കാട്ടിൽ അക്ബർ വർഷങ്ങളായി നീന്തൽ പരിശീലനം നടത്തുന്നത്. നഗരസഭയിലെ തന്നെ വലിയ ജലാശയങ്ങളിലൊന്നായ കൊടലൂർ പെരിക്കാട്ടുകുളത്തിലാണ് അവധിക്കാല നീന്തൽ പരിശീലനം.
മുങ്ങിമരണത്തിന് പലപ്പോഴും കാരണം നീന്തൽ അറിയാത്തതാണ് എന്നതിനാൽ കഴിയുന്നത്ര പേരെ നീന്തൽ പഠിപ്പിക്കുകയാണ് ഈ 60-കാരന്റെ ലക്ഷ്യം. 3 വയസ്സ് മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും നീന്തൽ പരിശീലനം നൽകുന്നുണ്ട്. മുങ്ങിമരണമില്ലാത്ത നാട് എന്ന ലക്ഷ്യവുമായാണ് നമ്മൾ ഈ ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നീന്തൽ അറിയാത്ത എല്ലാ പിള്ളേരെന്നല്ല സകല ആളുകൾക്കും, ചെറുതാവാം വലുതാവാം ആളുകൾക്ക്, ആൺകുട്ടി പെൺകുട്ടി എല്ലാവർക്കും ഒന്ന് നീന്തൽ പഠിക്കാം. നമ്മൾ വൈകുന്നേരം 5 മണിക്കാണ് ഈ നീന്തൽ വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഹൈബാക്സിൻ്റെ ലൈറ്റൊക്കെ നഗരസഭ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 7 മണി 7:30 മണിയായാലും നീന്തി എത്ര ആൾ വന്നാലും നമ്മൾ നീന്തൽ പഠിപ്പിക്കാം. നല്ല ഈ സൗകര്യമുണ്ട്. കൂടുതലും കുട്ടികളാണ് പരിശീലനത്തിന് എത്തുന്നത്. കഴിഞ്ഞ 4 വർഷമായി അക്ബറിന്റെ നേതൃത്വത്തിൽ അവധിക്കാല നീന്തൽ പരിശീലനം നടക്കുന്നു. പെരിക്കാട്ടുകുളം നവീകരിച്ചതോടെയാണ് പരിശീലനത്തിന് കൂടുതൽ പേർ എത്താൻ തുടങ്ങിയത്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡേയിലേക്ക് ആറ്റിങ്ങൽ ഐലം സ്വദേശികളായ മുകേഷ് അക്ഷരായ ത്രിലോക് നാഥിന്റെയും തൃശൂൽ നാഥിന്റെയും 2ാം ജന്മദിനമാണെന്ന്. ത്രിലോകിനും തൃശൂലിനും ന്യൂസ് 18ന്റെ പേരിലും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.